അള്ളാഹുവിന്റെ റസൂലാണ് കരയുന്നത്. എങ്ങനെയാണ് കരയാതിരിക്കാൻ കഴിയുക? തന്റെ പ്രിയപ്പെട്ട പൊന്നുമോട് മരണപ്പെട്ടു പോയി. അതിന്റെ വേർപാട് തന്നെ വല്ലാത്ത നൊമ്പരമാ. അതിന്റെ കൂടെ ഖബറിൽ കൊണ്ടുവന്ന് വെച്ചപ്പോ ലഖദ് സമിഅതു ലഖതതം മിനൽ ഖബർ, ഖബറെടുക്കുന്ന ശബ്ദം ഞാൻ കേട്ടുപോയി സാബ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ഇടുക്കി കളഞ്ഞു. ആരുടെ ഖബർ? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ ഖബർ സൈനബ ബീവി റളിയല്ലാഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞുകൊണ്ട് ഖബറിന്റെ സമീപത്ത് തന്നെ നിൽക്കുകയാണ്. ഇതങ്ങോട്ട് കേട്ടപ്പോ സ്വഹാബത്ത് കൂട്ടക്കരച്ചിലായി. ഫബകൗ ബുകാഅൻ ശദീദാ. ഹബീബായ നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകളെ ഖബറെടുക്കിയെന്ന് അനുയായികളോട് പറഞ്ഞപ്പോ സ്വഹാബത്ത് കൂട്ടക്കരച്ചിലായി. സ്വഹാബത്ത് പൊട്ടിക്കരയുകയാണ്. ഫഖാല റജുലു മിൻഹും, അതിൽ നിന്നൊരു സഹാബി വര്യൻ റസൂലുള്ളാഹിയോട് വീണ്ടും ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അലി ഖാസിമുൻ ഹാകദാ. നബിയേ, ഈ സമയത്ത് ചോദിക്കൽ മോശമാണെന്നറിയാം, പക്ഷെ പഠിക്കാനുള്ള ആവശ്യം കൊണ്ട് ഞങ്ങൾ ചോദിച്ചു പോയാണ് നബിയേ. അലി ഖാസിമുൻ ഹകദാ യാ റസൂലല്ലാഹ്, അവിടുത്തെ പ്രിയപ്പെട്ട മൂത്ത മകനാകുന്ന ഖാസിമും ഇതിനു മുമ്പ് മരണപ്പെട്ടു പോയില്ലയോ? ആ മൂത്ത മകനാകുന്ന ഖാസിമിനെ കൊണ്ടുവന്ന് ഖബറടക്കിയപ്പോഴും ഇതുപോലെ ഖബറടക്കിയിരുന്നു നബിയേ, ഖബർ ഞെരുക്കിയിരുന്നു നബിയേ എന്ന് സഹാബി റസൂലുള്ളാഹിയോട് ചോദിച്ചപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, എന്റെ പ്രിയപ്പെട്ട മുനമ്പത്ത് ഒരുമിച്ച് കൂടി ആയിരക്കണക്കിന് വിശ്വാസികൾ അറിയണേ, പഠിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നഅം യാ സഹാബ, നഅം യാ സഹാബ. സഹാബത്തെ, ശരിയാണ്, എന്റെ പ്രിയപ്പെട്ട മൂത്ത മകനാകുന്ന ഖാസിമിനെ കൊണ്ടുവന്ന് ഖബറടക്കിയപ്പോഴും ഖബറടക്കി കളഞ്ഞ സാബ. ഒരു കാര്യം കൂടി നിങ്ങൾ അറിയണേ സാബ, വലൽ ഇബ്രാഹീം, വലൽ ഇബ്രാഹീം, വലൽ ഇബ്രാഹീം അല്ലദീ അസ്ഗറ മിൻഹു. എന്റെ പ്രിയപ്പെട്ട മൂത്ത മകനാകുന്ന ഖാസിമിനെ മാത്രമല്ല, എന്റെ ഇളയ മകനാകുന്ന ഇബ്രാഹിമിനെ പോലും ഖബർ വെറുതെ വിട്ടിട്ടില്ല സാബ, ഖബർ വെറുതെ വിട്ടിട്ടില്ല സാബ. ആ ഖബറിലേക്ക് എന്റെ പ്രിയപ്പെട്ട മകനെ കൊണ്ടുവന്ന് വെച്ചപ്പോഴും ഞാൻ എന്റെ കർണപുടം കൊണ്ട് കേട്ടുപോയി. ഖബർ, ഖബർ എടുക്കുന്നത് കേട്ടുവന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരാണ് കരയുന്നത് സാബത്തെ? ആരാണ് കരയുന്നത്? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഉമ്മ, ആരാണ് ഇവിടെ പൊട്ടിക്കരയുന്നത്? കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നെഞ്ചു പൊട്ടി വിയർത്തുകൊണ്ട് റസൂലുള്ള കരയുകയാണ്. അനുയായികളോട് പറഞ്ഞു കൊടുക്കുകയാണ്, സാബ, ഖബർ ചെറുതല്ല, ചെറുതല്ല. ഖബർ ഒരു ഭയാനകരമാണ്, ഖബർ ഒരു പ്രയാസകരമാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിലൂടെ രേഖപ്പെടുത്തിയില്ലയോ? അറിയണേ മുഅ്മിനേ, അറിയണേ മുഅ്മിനത്തേ, മരണാസമയത്ത് മരണത്തിന്റെ വേദന മനുഷ്യന് കൊടുക്കുമ്പോ അവൻ കരുതും ഏറ്റവും വലിയ വേദന ഇതാണെന്ന്. പക്ഷേ ഖബറിലേക്ക് അവനെ കൊണ്ടുവന്ന് വെക്കുമ്പോ, ആ ഖബറിലെ ശിക്ഷകളങ്ങ് തുടങ്ങുമ്പോ അവൻ കരുതും, അല്ലാഹ്, ഇതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു മരണം. ആ മരണത്തിന്റെ വേദന ഇതിനേക്കാൾ എത്രയോ ലഘുവായിരുന്നുവെന്ന് അവൻ ചിന്തിക്കുമെന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ചിന്തിച്ചു നോക്ക്, ആ ഖബറിലേക്ക് നമ്മൾ പോകാനിരിക്കുന്നു.
ഇവിടെ കള്ളു കുടിക്കരുതെന്ന് പറയുമ്പോ, വ്യഭിചരിക്കരുതെന്ന് പറയുമ്പോ, അന്യസ്ത്രീകളുമായി കൂടിക്കരുതെന്ന് പറയുമ്പോ, ഗാനമേള ട്രൂപ്പുകൾക്ക് നിങ്ങൾ സംഘടിക്കരുത്, അതിനുവേണ്ടി നിങ്ങൾ പൈസ വിനിയോഗിക്കരുത്, അത്തരത്തിലുള്ള അശ്ലീലമാകുന്ന തലത്തിലേക്ക് നിന്റെ സമയങ്ങൾ നീ ചെലവഴിക്കരുത്, സിനിമാ ഗാനങ്ങൾ കേൾക്കാനും അശ്ലീലമാകുന്ന സിനിമാ തിയേറ്ററിലേക്ക് പോയിട്ട് പടങ്ങൾ കാണാനും നീയും നിന്റെ കുടുംബവും പോകരുത് എന്ന് ഉലമാക്കൾ പറയുമ്പോ, അതിനെയൊക്കെ വളരെ ലാഘവത്തോടുകൂടി കാണുന്ന ആളുകൾ പഠിച്ചു വെക്ക്. എവിടെ വെച്ചാ മരിക്കാന്ന് പറയാക്കൂല, തിയേറ്ററിൽ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മരണപ്പെട്ടു പോകുന്നത്. എത്ര ആളുകൾ അങ്ങനെ നീചമായി മരണപ്പെട്ടു പോയി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. റമളാൻ മുഴുവനും പരിപൂർണമായി സജീവമായി അമൽ ചെയ്തു. എന്നിട്ട് പെരുന്നാളിന്റെ സുദിനത്തിൽ ഫാമിലി ടിക്കറ്റ് എടുത്തിട്ട് തിയേറ്ററിൽ പോയി പടം കാണുക. എത്ര മുസ്ലിമീങ്ങൾ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നഊദു ബില്ലാഹ്. എത്ര വലിയ അപരാധമാണ്. ഈമാൻ തെറ്റിപ്പോവൂലേ? മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലാൻ കഴിയൂല, കഴിയില്ല. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞു, സ്വഹാബത്തെ, നിങ്ങൾക്കറിയണോ, നിങ്ങൾക്ക് പഠിക്കണ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. ആ ഖബറിന്റെ ചാരത്ത് വെച്ചിട്ട് റസൂൽ നമ്മോട് വഅദ് നടത്താ കിട്ടുന്ന അവസരമാണ്, അനുയായികൾക്ക് അത് ഫലിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ മകളുടാകുന്ന സൈനബാബി പറയുന്ന മകളുടെ ഖബറിന്റെ സമീപത്ത് നിന്നിട്ട് റസൂലുള്ള വഅദ് പറഞ്ഞു കൊടുക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, എന്താണ് ഖബറിനെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായികൾ മുഴുവനും കൂട്ടക്കരച്ചിലാകുന്ന വേളയിൽ റസൂലുള്ളാഹിന്റെ മകളാകുന്ന സൈനബയെ മാത്രമല്ല, റസൂലുള്ളാഹിയുടെ മൂത്ത മകനാകുന്ന ഖാസിമിനെ മാത്രമല്ല, ഇബ്രാഹിം എന്ന ഇളയ മകനെ മാത്രമല്ല, എല്ലാവരെയും ഖബറടക്കി എന്ന് റസൂലുള്ളാഹി പറഞ്ഞത് കേട്ടപ്പോ ഇത് കേട്ടുകൊണ്ട് പേടിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നതായ അനുയായികൾക്ക് മുഖേന അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബാ ഫവല്ലാഹി ഇന്ന ലിൽ ഖബരി ലളഗതതാ. സഹാബത്തെ, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ, ഈ ലോകത്തിന്റെ പരിപാലകനായ, ഈ ലോകത്തിന്റെ സർവേശ്വരനായ, ഈ ലോകത്തിന്റെ സർവാധിപതിയായ, ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനായ, കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഓളിയിട്ട് നീന്തി തുടിക്കുന്ന ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മ ദർശനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നതായ ജഗന്നിയന്താവായ പരിപാലകനുണ്ടല്ലോ, ആ പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ഇന്ന ലിൽ ഖബരി ലളഗതതാ. നിശ്ചയം ഖബറിനൊടുക്കമുണ്ട്, ഖബറിനൊരു ഞെരുക്കമുണ്ട്, ഖബറിനൊരു പ്രയാസപ്പെടുത്തലുണ്ട്. ലൗ നജാ അഹദും മിൻ ലഗതതിൽ ഖബർ ലനജാ സഅദ് ബിൻ മുആദ്. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, സഹാബത്തെ, ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ, ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല, ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ ലനജാ സഅദ് ബിൻ മുആദ്, എന്റെ അനുയായിയായ സഅദ് ബിൻ മുആദ് രക്ഷപ്പെടുമായിരുന്നുവെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല. ഫവല്ലാഹി ഇന്ന ലിൽ ഖബരി ലളഗത. ഈ ലോകത്തെ പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. റസൂലുള്ളാഹി പറയാൻ, ഇന്ന ലിൽ ഖബരി ലളഗത. ഖബറിനകത്ത് ഒരു ഇടുക്കമുണ്ട്, ഖബറിനുള്ളിൽ ഒരു ഞെരുക്കമുണ്ട്, ഖബറിനുള്ളിൽ ഒരു പ്രയാസപ്പെടുത്തലുണ്ട്. ലൗ നജാ അഹദും മിൻ ലഗതത്തിൽ ഖബരി ലനജാ സഅദ് ബിൻ മുആദ് ഷഫീഉനാ റസൂലുള്ളാഹി.
ആരെങ്കിലും ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട അനുയായിയാകുന്ന സഅദ് ബിൻ മുആദ് രക്ഷപ്പെടുമായിരുന്നുവെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതിന്റെ അർത്ഥം എന്താ? പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഷൗക്കത്ത് സാഹിബ്? ഒരാള് രക്ഷപ്പെട്ടിട്ടില്ല, ഒരാള് രക്ഷപ്പെട്ടിട്ടില്ല. അങ്ങനെ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ബിൻ മുആദ് രക്ഷപ്പെടുമായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി. അദ്ദേഹവും രക്ഷപ്പെട്ടിട്ടില്ല. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആരാ? അത് പഠിക്കുമ്പോഴല്ലേ സഅദ് ബിൻ മുആദ് റളിയല്ലാഹുവിന്റെ പേര് അള്ളാന്റെ റസൂൽ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ആരാ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു? ആരാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു? നമുക്ക് വിരാട് കോഹ്ലിയെ പരിചയമുണ്ട്, മെസ്സിയെ പരിചയമുണ്ട്, അല്ലേ? അവൻ കെട്ടാൻ പോകുന്ന അല്ലെ വിവാഹം കഴിക്കാൻ പോകുന്ന സഹോദരിയെ പരിചയമുണ്ട്, എല്ലാം നമുക്കറിയാം, പേര് ഊരും ഒക്കെ അറിയാം. പക്ഷേ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ പേരോ അവരുടെ ചരിത്രങ്ങളൊന്നും അറിയില്ല. അള്ളാന്റെ റസൂൽ പ്രത്യേകം എടുത്തു പറയാണ്, ഖബർ ശിക്ഷയിൽ നിന്ന് ഒരാളും രക്ഷപ്പെടുമില്ല. അങ്ങനെ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ എന്റെ അനുയായിയാകുന്ന സഅദ് ബിൻ മുആദ് രക്ഷപ്പെടുമായിരുന്നുവെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ലൗ നജാ അഹദും മിൻ ലഗ്തത്തിൽ ഖബരി ലനജാ സഅദ് ബിൻ മുആദ് ശഫീഉനാ റസൂലുള്ളാഹി. ആരാ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു? പഠിക്കണ്ടേ നമുക്ക്? ആരാ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു? സുബ്ഹാനല്ലാഹ്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു സാധാരണ മനുഷ്യനല്ല, ഒരു സാധാരണ വ്യക്തിയല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തപ്പോ മുശ്രിക്കുകളുടെ ശല്യം സഹിക്കവയ്യാതെ മദീനയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നപ്പോ തലഅൽ ബദറു അലൈനാ മിൻ സനിയാത്തിൽ വദാ വജബ ശുക്റു അലൈനാ മാ ദാ ലില്ലാഹി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട അനുയായികൾ ക്ഷണിച്ചവരുടെ കൂട്ടത്തിൽ നേതൃത്വം ആയിരുന്നു, നേതൃപടവും അലങ്കരിച്ച വ്യക്തിയായിരുന്നു. മദീന നിവാസികളാകുന്ന അൻസാരികളുടെ നേതാവായിരുന്നു സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. എളാപ്പാടെ പേര് കേട്ടോലെ മിണ്ടായിരിക്കണ്ട, ഉറക്കാൻ വേണ്ടി ചൊല്ലിക്കോളി. റളിയല്ലാഹു അൻഹു, റളിയല്ലാഹു അൻഹു. പോരല്ലോ, ഒന്നും കൂടി. ഖുർആൻ പറഞ്ഞല്ലേ അവരെ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അല്ലാഹു അവരെ കൊണ്ടും തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെ കൊണ്ടും സംതൃപ്തിപ്പെട്ടു. ശുദ്ധ ഖുർആൻ സൂറത്തുൽ ബയ്യിന. അള്ളാഹു പോലും തൃപ്തിപ്പെട്ട സ്ഥലക്ക് പിന്നെ നമുക്കെന്താ മടി? ഉറക്കെ പറഞ്ഞൂടെ? അങ്ങനെ ചെല്ലുമ്പോഴേ ഉള്ളു അള്ളാഹു ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചാലേ ഉള്ളൂ നമുക്ക് ബഹുമാനം കിട്ടുള്ളൂ. ഇസ്ലാമിന്റെ അടിസ്ഥാനം തന്നെ അത് തന്നെയാണ്. തഅലീമു മാ അല്ലമഹുല്ലാഹ് വ തഹ്ഖീറു മാ ഹഖറഹുല്ലാഹ്. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക, അള്ളാഹു നിന്ദിച്ചതിനെ നിന്ദിക്കുക. അതാണ് ഇസ്ലാം. അതുകൊണ്ടാണല്ലോ നമ്മുടെ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ പോയി നമസ്കരിക്കുന്നത്. എന്താ മഖാം ഇബ്രാഹിം? ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ പണിത സമയത്ത് കയറി നിന്നതാകുന്ന കല്ലാണ് മഖാം ഇബ്രാഹിം. തവാഫ് കഴിഞ്ഞിട്ട് അതിന്റെ പിന്നിൽ നമസ്കരിക്കുന്നു. ഹജറുൽ അസ്വദ് തൊട്ടുമുത്തുന്നു, ഇല്ലെങ്കിൽ അതിനെ ചുംബിക്കുന്നു. എന്താ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ പവിത്രത പറഞ്ഞിട്ടുണ്ട്, സ്വർഗ്ഗത്തിലെ കല്ലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന് പവിത്രത നൽകിയിട്ടുണ്ട്. ഇസ്ലാം ബഹുമാനിക്കാൻ പറഞ്ഞ വസ്തുക്കളെ ബഹുമാനിക്കുക, അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത്. നിന്ദിക്കാൻ പറഞ്ഞ വസ്തുക്കളെ നിന്ദിക്കുക. ബഹുമാനിക്കാൻ പറഞ്ഞതാണ് അമ്പിയാക്കൾ, ഔലിയാക്കൾ, മശായിഖന്മാർ, സാത്വികരാകുന്ന ആളുകൾ, സജ്ജനങ്ങൾ, അവരെ നമ്മൾ ബഹുമാനിക്കുക, അവരെ നിന്ദിക്കണ്ട. നിന്ദിക്കാൻ പറഞ്ഞ ആളുകളാണ് ഇബ്ലീസ്, അവരെ നമ്മൾ നിന്ദിക്കുകയും ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് റളിയല്ലാഹു അൻഹു ഉറക്കെ പറയാം, ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു. അങ്ങനെ നമ്മൾ ബഹുമാനം കൊടുക്കുക. നമുക്ക് ഈ ബഹുമാനം കുറഞ്ഞു പോയതുകൊണ്ട് ഞാൻ അടിവരയിട്ട് പറയുന്നു, ബഹുമാനം കുറഞ്ഞതു പോയത് കൊണ്ടാണ് നമ്മളെ ഇന്ന് ബഹുമാനിക്കാത്ത. ആര്? നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ, നമ്മുടെ മക്കൾ പോലും. വാപ്പ വരുമ്പോൾ കാര്യം എത്തി വെച്ച് ഇങ്ങനെ ഇരിക്കുക സ്റ്റൈലില്. അപ്പം അടുത്തിരിക്കുന്നവരാണ് വാപ്പ വരുന്നത്. വാപ്പയല്ലേ മൈൻഡ് ചെയ്യണം. നീ അതാണ് പറഞ്ഞത്, വാപ്പ എന്നാണ് പറഞ്ഞത്. അത് മനസ്സിലായി. വേറെ വല്ലവരും വരുവാണ് പറഞ്ഞേക്കണം കേട്ടോ, ഇവനോട് പറയാം വാപ്പ എന്ന് മനസ്സിലായെന്ന്. ഇവൻ കണ്ട് അതിനു മുമ്പേ വാപ്പയല്ലേ, കുഴപ്പമില്ല, അപ്പൊ മുക്കുവൻ പാവപ്പെട്ട വിഷയമില്ല. അദ്ദേഹത്തൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഓൻ വലിയ എഞ്ചിനീയർ, വലിയ ബോസ്, വലിയ ആളായി. ഇതാണ് ഇന്നത്തെ കാലഘട്ടം, ഇന്നത്തെ സമൂഹം. ഇതിന് മാറ്റം ഉണ്ടാകണം. അതെന്താ കാരണം? നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് ചെല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ഇവരെയൊക്കെ ബഹുമാനിക്കണം.
നബിമാരുടെ പേര് വെക്കുമ്പോൾ അലൈഹിസ്സലാം പറയണം. അതൊക്കെ ഉറക്കെ നമ്മൾ പറയണം. ആ ഈമാൻ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയോ മക്കൾ നമ്മളെ കാണുമ്പോൾ എണീറ്റ് നിൽക്കൂല, ബഹുമാനം കുറയ്ക്കും, അള്ളാഹു കുറയ്ക്കും. കാരണം സ്വഹാബത്തിന് കൊടുക്കേണ്ട ബഹുമാനം നീ കൊടുത്തിട്ടില്ല. നീ ആരാ അവരിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ഒന്നുമല്ലല്ലോ, ഒന്നുമല്ല. അതുകൊണ്ട് ബഹുമാനം കൊടുക്കണം. ഞാൻ സാന്ദർഭ്യം ഓർമ്മപ്പെടുത്തിയാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മളത് ചെയ്യുന്നവരാണ്, എന്നാൽ ഇത് വിട്ടുപോകുന്നുള്ളത് കൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്താൻ. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ വലിപ്പം എന്താണ്? അദ്ദേഹം ആരാണ്? സുബ്ഹാനല്ലാഹ്. മഹാനവറുകൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന സദസ്സിലേക്ക് കയറി വന്നു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അല്പം വൈകിയാണ് വന്നത്. സദസ്സിലേക്ക് കടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ നേതാവ് വരുന്നുണ്ടേ, നേതാവിന് വേണ്ടി എണീറ്റ് നിൽക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ ഈ പറയുന്ന ആള് മോശക്കാരനാണോ? മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂലാ പറയുന്നത്. എണീറ്റ് നിൽക്കണം, എല്ലാവരും എണീറ്റേക്ക്. ഖൂമു ലിസയ്യിദിക്കും, നിങ്ങളുടെ നേതാവാകുന്ന സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്, എണീറ്റ് നിൽക്കണമെന്ന് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ. കാരണം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അൻസാരികളാകുന്ന മദീന നിവാസികളുടെ നേതാവാണ്. അദ്ദേഹം കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ അനുസരിച്ചുകൊണ്ട്, നേതാവിനെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ എണീറ്റ് നിൽക്കണേ. അതുകൊണ്ടാണ് നമ്മൾ ഉലമാക്കളെ കാണുമ്പോൾ, പണ്ഡിതന്മാരെ കാണുമ്പോൾ, മുതഅല്ലിമീങ്ങളെ കാണുമ്പോൾ നമ്മൾ ആദരപൂർവ്വം എണീറ്റ് നിൽക്കുന്നത്. ആ ആദരവാണ് നമുക്ക് വേണ്ടത്. നേതൃത്വത്തെ നമ്മൾ അംഗീകരിക്കണം. ചില ആളുകൾ ഉസ്താദുമാര് വന്നാലും ഒരു വിഷയമില്ല, എത്ര വലിയ ഖാദി വന്നാലും ശരി, ഈ സംഭവം നെവർ മൈൻഡ് ആണ്. നമ്മുടെ കാര്യമല്ലേ പറഞ്ഞിട്ട്, വലിയ വലിയ ഉലമാക്കളുടെ കാര്യം ഞാൻ ഈ പറഞ്ഞു. നമുക്കൊരു വിഷയമില്ല, നിങ്ങൾ ഇരിക്കുന്നതിന് നമുക്ക് തന്നെ. നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരാണ്. വലിയ വലിയ ആലിമീങ്ങളുണ്ട്, അവരെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. കൊച്ചു മുത്തഅല്ലിമീങ്ങളെ പോലും നമ്മൾ ബഹുമാനിക്കണം. മുത്തഅല്ലിമായിട്ട് ഇന്ന് ചാർജ് എടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ് വിളിക്കാൻ പാടില്ല, അങ്ങനെ വിളിക്കാൻ പാടില്ല. മുസ്ലിയാരെ എന്നല്ലാതെ അഭിസംബോധന ചെയ്യാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ് സൈനുദ്ദീൻ ഉസ്താദ് അള്ളാഹുവിന്റെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ഒതുക്കുകൾ ഉസ്താദ് അദ്ദേഹം മുസ്ലിയാർ കുട്ടി എന്നല്ലാതെ വിളിക്കത്തില്ല ഒരാളെയും. ഏത് കുട്ടി ഇന്ന് തലയെക്കെട്ട് കെട്ടിയിട്ട് അന്നത്തെ സോദാനം കൊണ്ട് ചാർജ് എടുത്തോളൂ. ഓക്കെ ഉസ്താദിന്റെ കാര്യമാണ്. അദ്ദേഹം വിളിക്കുന്ന അഭിസംബോധന ഉസ്താദുൽ അസാത്തി എന്നാണ്. എല്ലാ ഉസ്താദുമാരുടെയും ഉസ്താദാണ്. അള്ളാഹു ഒരു ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. മാനവരുകൾ വിളിക്കുന്ന അങ്ങനെ മുസ്ലിയാർ കുട്ടി ഇങ്ങുവാന്ന് പറയും, മുസ്ലിയാർ ഇങ്ങുവാ ഇങ്ങനെ വിളിക്കുവാണ്. നമുക്ക് കഴിയോ? നമ്മൾ അതിലേക്കളി വലിയ വലിയ ആലിമീങ്ങളെ വിളിക്കാണ്ട് കൊച്ചു കുട്ടികളെ അവർക്ക് അങ്ങനെ ഡാന്ന് വിളിച്ചുകൊണ്ട് ഒരു തെറ്റുമില്ല. നാടന്മാരാകുന്നത് നമ്മൾ ഒരിക്കലും അങ്ങനെ വിളിക്കാൻ പാടില്ല. കൊച്ചു മുത്താലിങ്ങളെ പോലും ബഹുമാനം വേണം, ബഹുമാനം. ആ ബഹുമാനം കൊടുക്കുമ്പോൾ അൽഹംദുലില്ലാ നമുക്കും ഉണ്ടാകും അത്തരത്തിൽ നമ്മുടെ മക്കളിൽ നിന്ന്, നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന്, കുടുംബാദികളിൽ നിന്ന് ഒക്കെ ബഹുമാനം തിരിച്ചു കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാനത് സാന്ദര്യമായിട്ട് ഓർമ്മപ്പെടുത്തിയാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലും ഖബർ വെറുതെ വിട്ടില്ല. അദ്ദേഹത്തെ ഖബർ വെറുതെ വിട്ടില്ല നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരാളെ ഖബർ ജീവിതത്തിൽ നിന്ന്, ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടുമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പഠിക്കൽ അനിവാര്യമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കൂട്ടുകാര് വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ توفي سيدنا توفي سعد بن معاذ. അവിടുന്ന് ഞങ്ങളുടെ നേതാവായി പരിചയപ്പെടുത്തിയ സഅദ് ഇബ്നു മുആദ് മരണപ്പെട്ടു പോയി നബിയേ, വഫാത്തായി പോയി നബിയേ. ഹബീബായ നബി തങ്ങൾ ആ മരണ വീട്ടിലേക്ക് റസൂലുള്ളാഹി ചെല്ലുകയാണ്. ഹബീബായ നബി തങ്ങൾ മരിച്ചതാകുന്ന വ്യക്തിയുടെ ജനാസയുമായി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ കുളിപ്പിച്ചിട്ട് ആ ജനാസ മയ്യത്ത് കട്ടിൽ വെച്ചുകൊണ്ട് അനുയായികൾ പള്ളിയിലേക്ക് വരുമ്പോ ഹബീബായ നബി തങ്ങൾ മയ്യത്ത് കട്ടിലിന്റെ മുന്നിലൂടെ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് നടക്കുകയാണ്. സഹാബത്ത് നോക്കുകയാണ് നബി തങ്ങളെ. അല്ലാഹ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കാല് നിലത്ത് കുത്താൻ പ്രയാസപ്പെടുകയാണ്. കാല് പരിപൂർണമായി നിലത്ത് കുത്തുന്നില്ല, തന്റെ വിരല് മാത്രം കുത്തിക്കൊണ്ടാണ് നബി തങ്ങൾ നടക്കുന്നത്. ഇത് കണ്ടപ്പോ അനുയായികൾ വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ മാലക യാ
ഹബീബല്ലാഹ്, എന്തെങ്കിലും വിഷമമുണ്ടോ നബിയേ, എന്തെങ്കിലും പ്രയാസമുണ്ടോ നബിയേ? ഈ മദീനത്തൂടെ തെരുവിലൂടെ നടക്കാൻ അവിടുത്തെ കാലിൽ വല്ല ചരൽക്കല്ലുകൾ പതിച്ചിട്ടുണ്ടോ, വല്ല മുള്ളുകൾ തറച്ചിട്ടുണ്ടോ? എന്താണ് അവിടുന്ന് വിരലുകൾ മാത്രം കുത്തി നടക്കുന്നത്? എന്തുകൊണ്ട് പാദം കാലൂന്നുന്നില്ല? കാല് നിലത്ത് ശരിക്ക് കുത്താതെ എന്തിനാണ് നടക്കുന്നത്? ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ട് എന്തിനാണ് നടക്കുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബത്തേ സഹാബത്തേ, ഇതൊരു സാധാരണ വ്യക്തിയുടെ ജനാസയല്ല. ഈ വ്യക്തി മരണപ്പെട്ടപ്പോൾ തന്നെ അല്ലാഹുവിന്റെ അർശ് കിടുകിടാ കുലുങ്ങിപ്പോയ സഹാബ. വമഖതസറുല്ലാഹി മിൻ അജ്ലി ഖാലിഖി സമിഅനാ ബിഹി ഇല്ലാ ലിസഅദിൻ അബാ അംരി. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണവാർത്ത കേട്ടപ്പോ അല്ലാഹു വന്ന ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബിന്റെ അർശ് പോലും വിറങ്ങലിച്ചു അത്രേ, കുലുങ്ങിപ്പോയത്രേ. ആ കുലുക്കമുണ്ടാക്കി എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ, ഇദ്ദേഹത്തിന്റെ ജനാസ അനുഗമിക്കാൻ, ഈ സഅദ് ഇബ്നു മുആദിന്റെ ജനാസ അനുഗമിക്കാൻ വേണ്ടി മാത്രമായി 70,000 മലക്കുകളെ, ഒന്നല്ല സഹാബ, 10 സഹാബ, 1000 സഹാബ, 70,000 മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമാക്കപ്പെട്ട മദീനയിലെ ഈ ചെറിയ തെരുവിലൂടെ മലക്കുകളെ ഇറക്കിയിരിക്കുകയാണ്. ആ മലക്കുകൾ വന്നുകൊണ്ട് തിക്കും തിരക്കിലൂടെ നടക്കുന്നത് കാരണമായി എനിക്കെന്റെ കാല് നിലത്തുനിന്ന് കുത്താൻ കഴിയുന്നില്ല, എന്റെ കാല് ശരിക്കും ഉറപ്പിക്കാൻ കഴിയുന്നില്ല സഹാബത്തെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്ന് ചിന്തിക്കണേ ഉമ്മ, ഒന്ന് ചിന്തിക്കണേ ചെറുപ്പക്കാരാ, കാത് കൊടുത്ത് ചിന്തിക്കണേ, ഹൃദയം കൊടുത്ത് ചിന്തിക്കണേ, ഓർമ്മ പുതുക്കിക്കൊണ്ടെന്ന് ഓർക്കണേ. ഈ സദസ്സിലൂടെ മരണത്തെ കുറിച്ച് ഓർക്കണേ, ഖബറിനെ കുറിച്ച് ഓർക്കണേ, ഓർക്കണേ. ഒറ്റയ്ക്ക് പോയി കടക്കേണ്ടതല്ലയോ ഖബർ? ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാള്, ഇല്ലെങ്കിൽ അടുത്ത മാസം, ഇല്ലെങ്കിൽ ഈ ലോകം അവസാനിക്കുമെന്ന് ശാസ്ത്രം പറഞ്ഞ സമയത്ത് സൂറന്ന കാകളത്തിലൂടെ ഇസ്രാഫീൽ എന്ന നേരത്ത് മരിക്കേണ്ടവരല്ലയോ, ഖബറിലേക്ക് പോകേണ്ടവരല്ലയോ? ആ 6 മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് പോകുമ്പോ എന്ത് അമലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? എന്ത് നന്മയാണ് ചെയ്തിട്ടുള്ളത്? ദുനിയാവിൽ കള്ളു കുടിച്ചു നടന്നു, ദുനിയാവിൽ വ്യഭിചരിച്ചു നടന്നു, ദുനിയാവിൽ അശ്ലീലത ലോകത്തേക്ക് കണ്ണു നട്ട് നടന്നു, ദുനിയാവിൽ ബീഡി വലിച്ചുകൊണ്ട് നടന്നു, ദുനിയാവിൽ ഫനായും ഫസാദും പറഞ്ഞുകൊണ്ട് നടന്നു, ദുനിയാവിൽ നമസ്കരിക്കാതെ നടന്നു, ദുനിയാവിൽ നോമ്പ് പിടിക്കാതെ നടന്നു, ദുനിയാവിൽ സദഖ കൊടുക്കാതെ നടന്നു, ദുനിയാവിൽ സകാത്ത് കൊടുക്കാതെ നടന്നു, ദുനിയാവിൽ ഹജ്ജ് ചെയ്യാതെ നടന്നു. പാവപ്പങ്ങളെ സഹായിക്കാൻ, നിരാലംബർക്ക് അവലംബമാകാൻ, നിരാശ്രയർക്ക് ആശ്രമാകാൻ, പരിശുദ്ധമാകുന്ന ദീനിന് വേണ്ടി സഹായിക്കാൻ എത്രയെത്ര അവസരങ്ങൾ നിനക്കുണ്ടായിരുന്നു. പക്ഷേ നീ ഒന്നും നൽകിയില്ല. പാവപ്പെട്ട പെൺകുട്ടികൾ വീടിന്റെ അകത്തലങ്ങളിൽ കണ്ണീരും കയ്യിലുമായി കഴിയുന്ന എത്രയെത്ര സഹോദരിമാരാണ്. 35ഉം 40ഉം വയസ്സെത്തിയതാകുന്ന സഹോദരിമാര്, പ്രായം കഴിഞ്ഞിട്ടും അവരെ ഒന്ന് വിവാഹം കഴിപ്പിക്കാൻ, അവരുടെ വൈകാരിക തലത്തെ ഒന്ന് അണച്ചു കൊടുക്കാൻ കഴിയാത്ത മുസ്ലിമേ, നിന്റെ സമ്പത്ത് കൊണ്ട് നിനക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നീ എങ്ങനെയാ ഒരു മുഅ്മിനായിട്ട് തീരുക? എങ്ങനെയാണ് നിന്റെ ഖബർ ജീവിതം നന്നാക്കുക? ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പോലും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയപ്പോ എങ്ങനെയാണ് വിട പറഞ്ഞു പോയത്? വെറുതെ വിട പറഞ്ഞു പോയതല്ല. അദ്ദേഹം ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തി, ഇദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല. ആ സഅദ് ഇബ്നു മുആദിന് വേണ്ടി എണീറ്റ് നിൽക്കണേ. എണീറ്റ് നിൽക്കാൻ അനുയായികളെ പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകൻ ചരിത്രം സാക്ഷിയാണ്. ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ലോകത്തിന്റെ നായകൻ തന്നെ പ്രിയപ്പെട്ട അനുയായികളോട് ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടി എണീറ്റ് നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഅദ് ഇബ്നു മുആദ് അല്ലാതെ കാണാൻ സാധിക്കില്ല. അത്രത്തോളം റസൂലുള്ളാഹിക്ക് അടുത്ത് പോലും വല്ലാത്ത സ്ഥാനമുള്ള വ്യക്തിയാണ് സഅദ് ഇബ്നു മുആദ്. അല്ലാഹുവിന്റെ അർശ് പോലും വിറങ്ങലിച്ചു പോയത്രേ മരണപ്പെട്ടപ്പോ. ആകാശം പോലും സ്തംഭിച്ചു നിൽക്കുകയാണ്, പറവകൾ പോലും ചലിക്കാതെ നിൽക്കുകയാണ്, സൂര്യൻ ചലിക്കാതെ നിൽക്കുകയാണ്, ചന്ദ്രൻ ഉദിക്കാതെ നിൽക്കുകയാണ്. എല്ലാവരും വല്ലാത്തൊരു അശരീരിയിലേക്ക്, വല്ലാത്തൊരവസ്ഥാ വിശേഷത്തിലേക്ക് ലോകം മുഴുവനും നീങ്ങിയ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ വിരൽ കുത്ത് നടക്കുന്നത്. ചോദിച്ചു പോയി അനുയായികൾ, എന്ത് പറ്റി നബിയെ? റസൂൽ പറയുകയാണ്, അദ്ദേഹത്തിന്റെ ജനാസ അനുഗമിക്കാൻ വേണ്ടി മാത്രമായി 70,000 മലക്കുകൾ
മലക്കുകൾ കടന്നു വന്നതിന്റെ പേരിൽ എനിക്ക് എന്റെ കാല് നിലത്ത് കുത്താൻ കഴിയുന്നില്ല. മലക്കുകളുടെ ആധിക്യത്താലെന്ന് പറഞ്ഞ പ്രവാചക പുങ്കവൻ ഓർമ്മപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാന്റെ റസൂല് പറയുകയാണ്, ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ പോലും 6 അടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഖബറിലേക്ക് കൊണ്ടുവന്ന് വെച്ചപ്പോ ലഖദ് സമിഅതു സഹാബ, ഞാൻ കേട്ടുപോയ സഹാബ, ലഗ്തതം മിനൽ ഖബർ, ഖബറെടുക്കുന്ന ശബ്ദം, ഖബറിനിരുക്കുന്ന ശബ്ദം, ഖബർ വല്ലാതെ ഇടുക്കുന്ന ശബ്ദം ഞാൻ എന്റെ കർണപുടം കൊണ്ട് കേട്ടുപോയ സഹാബ. അതുകൊണ്ട് സാബത്തെ അമല് ചെയ്യാതെ അമലില്ലാതെ ഖബറിലേക്ക് പോകണ്ട സാബ. ലൗ നജാ അഹദും മിൻ ലഗ്തത്തിൽ ഖബർ, ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ ലനജാ സഅദ് ഇബ്നു മുആദ്, എന്റെ അനുയായിയായ സഅദ് ഇബ്നു മുആദ് രക്ഷപ്പെടുമായിരുന്നുവെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യം നിസ്സാരമല്ല, ഖബർ നിസ്സാരമല്ല. അതുകൊണ്ടാണ് നമ്മൾ വിഷയിട്ടത് ഖബർ എത്ര ഭയാനകരം, എത്ര ഭയാനകരം. നരകം കേട്ട് കിടുങ്ങിയ ആളുകൾ ഉണ്ടാകും, പക്ഷേ ഖബർ കേൾക്കുമ്പോൾ, ആ ഖബറിൽ നിന്ന് ശിക്ഷ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പ്രയാസപ്പെടും. അള്ളാഹു നമുക്കതൊക്കെ നേരിടാൻ നല്ല ഈമാനികമാകുന്ന അമൽ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാതെ വേറെ രക്ഷയില്ല. ഖബറിലേക്ക് പോകുമ്പോൾ അമലില്ലാതെ രക്ഷയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലയോ, ഇന്ന ബന ആദമ ഇദാ കാന ഫീ ആഖിരി യൗമിൻ മിൻ അയ്യാമിദ് ദുനിയാ وأول يوم من أيام الآخرة. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, സഹാബത്തെ ആദം സന്തതികളാകുന്ന വ്യക്തികളെ ശ്രദ്ധിക്കണേ, ആദം സന്തതികളെ ശ്രദ്ധിക്കണേ, അഥവാ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ശ്രദ്ധിക്കണേ. റസൂലുള്ള പറയുകയാണ്, ഇന്ന ബിന ആദം ഇദാ കാന ഫീ ആഖിരി യൗമിൻ മിൻ അയ്യാമിദ് ദുനിയാ വഅവ്വൽ യൗമിൻ മിൻ അയ്യാമിൽ ആഖിറ. ഈ ദുനിയാവിലെ അവസാനത്തെ ദിവസവും ആഖിറത്തിലേക്കുള്ള പാരത്രിക ലോകത്തേക്കുള്ള ആദ്യത്തെ ദിവസവുമായിട്ട് ഒരു മുഅ്മിനിനെ കടന്നു വന്നാൽ, അഥവാ അവൻ മരിക്കാൻ വേണ്ടിയുള്ള ദിവസം വന്നാൽ, മരിക്കാൻ പോകുന്ന ദിവസത്തിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞാൽ മുസ്സില ലഹു മാലുഹു വവലദുഹു വഅമലുഹു. ഷഫീഉനാ റസൂലുള്ളാഹി 3 കാര്യം അവന്റെ മുന്നിലേക്ക് അല്ലാഹു കൊണ്ടൊന്നിങ്ങനെ കാണിച്ചു കൊടുക്കും. 3 വസ്തുക്കൾ മരിക്കാൻ കിടക്കാൻ അവസാന ദിവസമാണ്. അവസാന ദിവസം മരിക്കാൻ പോകുന്ന ദിവസം. ഇപ്പൊ നാളത്തെ ദിവസം മരിക്കുമെങ്കിൽ അന്നത്തെ ദിവസം ആ രാവിലെ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പായിട്ട് മരിക്കുന്നതിന് മുമ്പ് ഏതൊരു വ്യക്തിയാണോ മരിക്കുന്നത്, ഏതൊരു സഹോദരനാണോ മരിക്കുന്നത്, ആ മരിക്കുന്നതിന് മുമ്പ് അവന്റെ മുന്നിൽ കൊണ്ടുവന്ന അല്ലാഹു 3 വസ്തുക്കളെ കാണിക്കും. ഏതൊക്കെയാ 3 വസ്തുക്കൾ? എന്താ ബക്കറ്റ് വരില്ല? ബക്കറ്റ് കൊണ്ടോ? 10 മിനിറ്റ് പറയാലോ അല്ലേ? 11 മണി വരെ പറയാലോ, കുഴപ്പമില്ലല്ലോ. പറയാലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും കൊടുക്കുക. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നല്ല നിയ്യത്ത് വെച്ച് കൊടുക്ക്. നമ്മുടെ സംഘാടകർക്കും മഹലിന്റെ ഭാരവാഹികൾക്കും നല്ലൊരു ഉദ്ദേശമുണ്ട്. നമുക്കറിയാം, ഇവിടെ നമ്മുടെ ആളുകൾ മുസ്ലിമീങ്ങൾ വളരെ കുറവുള്ളതാകുന്ന നാടാണ്. അതുകൊണ്ട് സഹായിക്കാൻ നമ്മൾ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ കാണുന്ന മുന്നിൽ കാണുന്ന മദ്രസ, അതല്ലേ മദ്രസയുടെ ബിൽഡിംഗ്, അതൊന്ന് പണിയൊന്ന് പൂർത്തീകരിക്കണം. അതാണ് നിയ്യത്ത്. എല്ലാവരും അങ്ങോട്ടൊന്ന് നോക്കി, ഒന്ന് തിരിഞ്ഞു നോക്കണ്ട. ആ ബിൽഡിംഗ്, ആ പണിയൊന്ന് പൂർത്തീകരിക്കണം. അതിനു വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അൻവർ ഉസ്താദൊക്കെ ഉണ്ടോ? ഒന്ന് കാര്യമായിട്ട് കൊടുക്കും. ഇൻഷാ അല്ലാഹ്
അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ സ്വതക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നീക്കി തരട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നല്ല നിയ്യത്ത് കൊടുക്ക്, നിയ്യത്ത് വെച്ച് കൊടുക്ക്. ഇൻഷാ അല്ലാഹ് അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും കൊടുക്കണം, ഒരാൾ ഒഴിയാൻ പാടില്ല, എല്ലാവരും കൊടുക്കണം. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ മുന്നിൽ കാണുന്ന മദ്രസയ്ക്ക് വേണ്ടിയാണ്. അതിന് കൊടുത്താലുള്ള പ്രതിഫലം വേറൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, ദീനിന്റെ അഹ്ലുകാരാണ് നമ്മൾ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിന് ആയത്ത് ഹദീസ് ഓതേണ്ട ആവശ്യമില്ല, കാര്യമായിട്ട് കൊടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരിമാരുടെ ഭാഗത്തേക്ക് ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും നിയ്യത്ത് അവർക്കുണ്ടാവും, ആ നിയ്യത്ത് എഴുതി വാങ്ങിക്കും വേണം. ചിലപ്പോൾ മോതിരമൊക്കെ തരും, സ്വർണത്തിന്റെ വളയൊക്കെ തരും. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പഴയ ഉമ്മായും വല്യമ്മയൊക്കെ മരണപ്പെട്ടവരുണ്ടാവും, അവരുടെ അലിക്കത്തും കമ്പലും ഒക്കെ വെറുതെ വെച്ചേക്കല്ലേ, മദ്രസയ്ക്ക് കൊണ്ട് കൊടുക്കുക. നമ്മുടെ മക്കൾ ദീൻ പഠിക്കുന്ന കലാലയല്ലേ, ഇതുകൊണ്ടേ നമുക്ക് ഉപകാരപ്പെടുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ മക്കൾ ഖുർആൻ ഓതും, ആ ഖുർആനിൽ ഓത്തുകൊണ്ട് ഖബറിലെ ശിക്ഷ വരെ നീങ്ങിപ്പോകും, നാളെ മഹ്ശറിയിലെ ശിക്ഷ വരെ നീങ്ങിപ്പോകും. ഹദീസ് ഉണ്ട്, ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ ലാസ്റ്റ് ഓതാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അമ്മയും കഴിഞ്ഞു തോന്നുന്നല്ലേ? അമ്മയും കഴിഞ്ഞോ? നിങ്ങളില്ലെന്നല്ലേ പറയും, നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ, നല്ല സുഖമല്ലേ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ബക്കത്ത് എല്ലായിടത്തും എത്തണം, എല്ലാവർക്കും നൽകാൻ നിയ്യത്തുണ്ട്. അതുകൊണ്ട് ഇവരെല്ലായിടത്തും എത്തുക. അള്ളാഹു കബൂലാക്കട്ടെ. ഈ ഫ്രണ്ടിൽ ഈ ഭാഗത്തൊന്നും എത്തിയിട്ടില്ല, ഇങ്ങോട്ടും കൂടെ ബക്കറ്റ് ഇങ്ങനെ ഓരോ വരിയിൽ അങ്ങനെ ഓടിച്ചു പോയാൽ മതി. വോളണ്ടിയേഴ്സ് ഒരാൾ നോക്കി നിന്നാൽ മതി, ബക്കറ്റ് എവിടെയെങ്കിലും സ്ട്രക്കായി നിൽക്കാതെ. ബക്കറ്റ് ഇങ്ങനെ അങ്ങോട്ട് കയ്യിൽ പൊയ്ക്കോളൂ. ഇവിടെ ശ്രദ്ധിക്കും. 3 വസ്തുക്കൾ അവന്റെ മുന്നിലേക്ക് മരിക്കുന്നതിന് മുമ്പ് കൊണ്ടുവന്ന് നിർത്തും, മരിക്കുന്നതിന് മുമ്പ് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും. ആരാ പറയുന്നത്? നബിയുനാ റസൂലുള്ളാഹി. മരിക്കാൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പാണ്, മരിക്കാൻ പോകുന്ന ദിവസമാണ്. ഈ ദുനിയാവിലെ അവസാനത്തെ ദിവസം, ആഖിറത്തിലെ തുടക്കത്തെ ദിവസം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വൽ യൗമിൻ മിൻ അയ്യാമിൽ ആഖിറ വആഖിറു യൗമിൻ മിൻ അയ്യാമിദ് ദുനിയ. ഈ ദുനിയാവിലെ ദിവസത്തെ അവസാനത്തെ ദിവസം, ആഖിറത്തിലെ തുടക്ക ദിവസം. അന്ന് 3 വസ്തുക്കൾ കൊണ്ടുവന്ന് മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കും. ഏതൊക്കെയാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുസ്സില ലഹു വാലുഹു മുസ്സില ലഹു മാലുഹു വവലദുഹു വഅമലുഹു. ഒന്നാമതായി അവന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അവൻ ദുന്യാവിൽ ഒരുമിച്ച് കൂട്ടിയതായ സമ്പത്താണ്. സമ്പത്താണ് അവന്റെ മുന്നിലേക്ക് ആദ്യമായിട്ട് ഒരുമിച്ച് കൂട്ടുക. സമ്പത്ത് നാശമാണെന്ന് പറഞ്ഞതിനൊരു എൻ്റെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, നിങ്ങളത് യൂട്യൂബിൽ കേൾക്കണം. കുറേ വിഷയങ്ങൾ ഞാനതുമായി ബന്ധപ്പെട്ടത് പറഞ്ഞിട്ടുണ്ട്. സമ്പത്ത് നാശമാണ്, ഭയങ്കര നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു നൽകിയ വലിയ പരീക്ഷണമാണ് സമ്പത്ത്. സമ്പത്ത് കൊണ്ട് നശിച്ചു പോയതാകുന്ന ആളുകൾ വരെ ഉണ്ട്. നശിച്ചു പോയത് നബിയുടെ കാലത്തുള്ള ആളുകൾ വരെ ഉണ്ട്, ചരിത്രമുണ്ട്. സഹാബി ആയിരുന്ന മനുഷ്യൻ അവസാനം സമ്പത്ത് കൂടിയിട്ട് നശിച്ചുപോയി. അങ്ങനത്തെ ആളുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്, ഞാൻ വെറുതെ പറയല്ല, ഖുർആൻ പറയുന്നുണ്ട്. സമ്പത്ത് വേണമെന്ന് നബിയോട് വന്ന് ചോദിച്ചു വാങ്ങിയതാണ്. സമ്പത്ത് എനിക്ക് വേണമെന്ന് പറഞ്ഞ് നബി നിർബന്ധിച്ച് അവസാനം നബിതങ്ങൾ ദുആയിരുന്നു, അല്ലാഹു മർസുഖ്ലഹു മാല, അല്ലാഹു നീ ഇദ്ദേഹത്തിന് സമ്പത്ത് കൊടുക്കണം. നബി ഒരൊറ്റ ദുആ. സമ്പത്ത് അങ്ങോട്ട് അധികരിച്ചു. അവസാനം പള്ളിയില്ല, ജുമാ ഇല്ല, നമസ്കാരം ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ആയിപ്പോയി ഒരു വ്യക്തി. ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തന്നേക്കാം, ഇൻഷാ അല്ലാഹ് പിന്നീട് സമയം ഉണ്ടെങ്കിൽ പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഒരാൾ അവസാനം എന്താ ഇപ്പൊ ഈമാനില്ലാതെ മരണപ്പെട്ടു പോയി. അല്ലാഹു ആതിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സമ്പത്ത് അധികരിക്കുക എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മരണാസന്നമായ വ്യക്തിയുടെ മുന്നിലേക്ക് 3 വസ്തുക്കൾ കൊണ്ടുവന്ന് നിർത്തുകയാണ്. അതിലൊന്നാമത്തത് അവന്റെ സമ്പത്താണ്. ദുനിയാവിൽ അവൻ ഒരുമിച്ച് കൂട്ടിയതാകുന്ന വസ്തുതകളാണ്. അതിൽ റിയൽ എസ്റ്റേറ്റുകൾ ഉൾപ്പെട്ടിട്ടുണ്ടാകും, അതിൽ മാളിക സൗധങ്ങൾ ഉണ്ടാകും, അതിലവന് പണിതീർത്തതാകുന്ന ഫ്ളാറ്റുകൾ ഉണ്ടാകും, പറവൂർ ടൗണിൽ അവന്റെ കടകൾ ഉണ്ടാകും, അവന്റെ കച്ചവട സമുച്ചയങ്ങൾ ഉണ്ടാകും, അവന്റെ ബോട്ടുകൾ ഉണ്ടാകും, അവനതിലൂടെ വാരിക്കൂട്ടിയതാകുന്ന സർവ്വ സമ്പത്തുകൾ ഉണ്ടാകും. മുസ്സിലലഹു മാലുഹു
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ദുനിയാവിൽ നീ ഒരുമിച്ച് കൂട്ടിയതാകുന്ന സർവ്വ സമ്പത്തുകളും നിന്റെ മുന്നിലേക്ക് മരിക്കാൻ നിൽക്കുന്ന വേളയിൽ അല്ലാഹു കൊണ്ടുവന്ന് കാണിക്കുമത്രേ. ഫയഖൂൽ, മരിക്കാൻ കിടക്കുന്നതായ മനുഷ്യൻ അതിനോട് പറയുകയാണ്, അവന്റെ സമ്പത്തിനോട് വിളിച്ചു ചോദിക്കുകയാണ്, ഇന്നി കുന്തു അലൈക്കും ഹരീസാ വലക്കും ഷഹീഖാ, നിങ്ങളോട് ഞാൻ വല്ലാത്ത ആർത്തിയുള്ളവനായിരുന്നു, നിങ്ങൾക്ക് വേണ്ടിയാണ് എന്റെ സമയങ്ങളെ ചെലവഴിച്ചത്, നമസ്കരിക്കാതെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് കഷ്ടപ്പെട്ടത്. പള്ളിയിൽ നിന്ന് ബാങ്കുൽ മുഴങ്ങുന്നത് കേട്ടിട്ട് നമസ്കരിക്കാതെ കട തുറന്നു വെച്ച മനുഷ്യൻ, കടയിൽ കച്ചവടം ചെയ്തുകൊണ്ട് നടന്ന മനുഷ്യൻ, പള്ളിയിലേക്ക് ജമാഅത്തിന് പോകാതെ കൃത്യമായിട്ട് കളി കണ്ടുകൊണ്ടും സിനിമ കണ്ടുകൊണ്ടും സീരിയൽ കണ്ടുകൊണ്ടും ദുനിയാവിന്റെ പിറകെ പോയതാകുന്ന മനുഷ്യര് പാതിരാത്രി സമയമത്രയും കടകമ്പോളങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവന് കിട്ടുന്നതാകുന്ന വരുമാനങ്ങൾ കൊണ്ട് ലോക്കറിൽ കൊണ്ടുപോയി സൂക്ഷിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്നതാകുന്ന താക്കോൽ കൂട്ടങ്ങൾ കഴുത്തിലണിഞ്ഞുകൊണ്ട് നടന്നതാകുന്ന മനുഷ്യനാണ്. ലക്ഷക്കണക്കിന് ഡോളറുകളുള്ള മനുഷ്യനാണ്, കോടിക്കണക്കിന് ഡോളറുള്ള മനുഷ്യനാണ്. അവസാനം മരിക്കുന്ന വേളയിൽ അവന്റെ മുന്നിലേക്ക് ആ സമ്പത്ത് മുഴുവനും കൊണ്ടുവന്ന് വെക്കുമ്പോ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അവൻ വിളിച്ചു ചോദിക്കുകയാണ്, ആ സമ്പത്തിനോട് ചോദിക്കുകയാണ്, ഇന്നി കുന്തു അലൈക്കും ഹരീസാ വലക്കും ഷഹീഖാ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെട്ടത്. ഫമാലീ മിൻ ഇന്ദിക്കും, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്കെന്താണ് നൽകുക, എനിക്കെന്താണ് നിങ്ങൾ നൽകുക എന്ന് സമ്പത്തിനോട് അവൻ വിളിച്ചു ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, ആ സമ്പത്ത് വിളിച്ചു പറയുമത്രേ, സമ്പത്ത് അവനോട് വിളിച്ചു പറയുമത്രേ, ഖുദ് മിന്നീ കഫനകാ, ഞാനാകുന്ന സമ്പത്ത് നിനക്ക് നൽകുന്ന ആകെയുള്ളത് ഒന്ന് മാത്രമാണ്, ഒന്ന് മാത്രമാണ്. സമ്പത്താകുന്ന എന്നിൽ നിന്ന് നിനക്കെടുക്കാൻ കഴിയുന്നത്, നിന്റെ മക്കൾക്ക് എടുക്കാൻ കഴിയുന്നത്, ഖുദ് മിന്നീ കഫനകാ, നിനക്ക് നൽകുന്നത് കഫൻ പുട മാത്രമാണ്, കഫൻ തുണി മാത്രമാണ്, വേറൊന്നും ഉണ്ടാവൂല, വേറൊന്നുമില്ല. ആരാ ഇത് പറയുന്നത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആര് പറയുമെന്ന്? അവർ ഒരുമിച്ച് കൂട്ടിയ സമ്പത്ത് വിളിച്ചു പറയുന്നു. സ്വർണ്ണമൊക്കെ വാരിക്കൊരു ഒരുമിച്ച് കൂട്ടി വെച്ചിരിക്കുക. അള്ളാഹത്ത് ജീവിതത്തിൽ ഒരുപാടൊക്കെ നമ്മൾ അണിയുന്നുണ്ടോ? 25 35 പവനുള്ള ആളുകൾ ഇത്ര അണിയുന്നുണ്ടോ? ഇങ്ങനെ വാങ്ങിച്ച് ലോക്കറിൽ വെച്ചിരിക്കുക, അതിങ്ങനെ ലോക്കറിൽ വെച്ചിരിക്കുക, അതിന് സക്കാത്തും കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ല, അതെങ്ങനെ വെച്ചിരിക്കുക. അള്ളാഹത്ത് ചിന്തിച്ചു നോക്ക്. ഓരോരുത്തരും അവരവര് അണിയുന്ന ആഭരണങ്ങളല്ലാത്ത ബാക്കി ലോക്കർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് വർഷാവർഷം സക്കാത്ത് കൊടുക്കണ്ടേ? ആരെ ശ്രദ്ധിക്കുന്നത്? കറൻസിക്ക് സക്കാത്ത് കൊടുക്കണ്ടേ? 25,000 രൂപ പൈസ ഉള്ളവൻ അതിനനുസരിച്ച് സക്കാത്ത് കൊടുക്കണ്ടേ? ആരും കൊടുക്കുന്നത്? ഇതൊക്കെ നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ അവൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കുക. ഇതെല്ലാം കൊണ്ടുവന്ന് കാണിക്കും. ദുനിയാവിൽ അവൻ ഒരുമിച്ച് കൂട്ടിയ സർവ്വ സമ്പത്തും മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കും നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ആ സമ്പത്തിനോട് അവൻ വിളിച്ചു പറയും, എന്താ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും? എന്നെ ഒന്ന് രക്ഷിക്ക്, എന്നെ ഒന്ന് രക്ഷിക്ക്. അപ്പോൾ അവർ പറയും, ഖുദ് മിന്നി കഫനക, നിനക്ക് ഞാൻ നൽകുന്നത് കഫൻ തുണി മാത്രം, അതല്ലാതെ വേറൊന്നും നിനക്കില്ല, നിനക്ക് വേറൊന്നും അവകാശപ്പെടുന്നില്ല. അപ്പൊ ചിന്തിച്ചു നോക്ക്, നമ്മൾ ആകെ ഈ ദുനിയാവിൽ നിന്ന് കൊണ്ടുപോകുന്നത് 3 തുണി കഫൻ തുണി മാത്രമാണ്, അതല്ലാതെ വേറൊന്നും കൊണ്ടുപോയില്ല. നമ്മൾ ഒരുമിച്ച് കൂട്ടിയ സമ്പത്തൊന്നും നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അതൊക്കെ മക്കള് പ്രയോജനപ്പെടുത്തും, ചിലപ്പോൾ മരുമക്കൾ പ്രയോജനപ്പെടുത്തും, ചിലപ്പോൾ ഇവരാരും ആയിരിക്കൂല, അവരെയൊക്കെ ആരെങ്കിലും വശീകരിച്ച് അടിമപ്പെടുത്തിയിട്ട് മറ്റുള്ളവരായിരിക്കും ഇതെല്ലാം കൊണ്ടുപോകും. ആരാ കൊണ്ടുപോകുന്നു പറയാൻ പോല, നമുക്കെന്തായാലും ഇതുകൊണ്ടൊരു ഗുണവും ഉണ്ടാവൂല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, രണ്ടാമതായി അവന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുക, വവലദുഹു, അവന്റെ മക്കളാണ്, ആകെയുള്ള സമ്പത്താണ് അവന് മക്കള്. പക്ഷേ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയല്ലോ, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. ഈ ഹദീസ് വിശദീകരിച്ചിട്ടാണ്, ഈ ആയത്ത് വിശദീകരിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുന്നത്.
ഇത് ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾക്ക് നാശമാണ്. രണ്ടും നാശമാണ്. എങ്ങനെ? അത് രണ്ടും ദുന്യാവിയായ കാര്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ചെലവഴിച്ചാൽ. രണ്ട് കാര്യം. മക്കൾക്ക് ദീന് കൊടുത്തില്ല, ദുന്യാവ് മാത്രം കൊടുത്തു. കിട്ടിയ സമ്പത്ത് കൊണ്ട് ദുന്യാവ് മൊത്തം വാരി വാങ്ങി, ആഖിറത്തിലേക്ക് ഒന്നും നമ്മൾ വാങ്ങിയില്ല, ആഖിറത്തിന് വേണ്ടി ഒന്നും കൊടുത്തില്ല. നമുക്ക് ഡെയിലി 1000 രൂപ വരുമാനം കിട്ടുന്നവനാണ് എങ്കിൽ മാസത്തിൽ നമ്മുടെ അയൽവാസിയാകുന്ന ഒരു സഹോദരൻ പട്ടിണി പാവം, ഇല്ലെങ്കിൽ RCCയുടെ വരാന്തയിൽ കയറി ഇറങ്ങുന്ന ഒരു ഉമ്മ, അവരുടെ കയ്യിലേക്ക് 1000 രൂപ നമുക്ക് കൊടുത്തൂടെ? 1000 രൂപ ആരും അറിയണ്ട. ഇതൊന്നും ആർക്കും പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, ഒരു പബ്ലിസിറ്റിയും ഇല്ല, ഒരാളെ നമ്മൾ അറിയിക്കുന്നില്ല. 1000 രൂപയെങ്കിലും മാസത്തിൽ നിനക്കൊരു പാവപ്പെട്ടവന്റെ കുടുംബത്തിന് കൊടുത്തൂടെ? വേണ്ട, നീ റമദാനിന് കിറ്റ് കൊടുക്കുന്നുണ്ടല്ലോ, ഈ 756-ന്റെയും 556-ന്റെയൊക്കെ, നീ എന്താ റമദാൻ അല്ലാത്തപ്പോ ഇതൊന്നും വേണ്ടതിന്? റമദാനി മാത്രം എല്ലാ പാവത്തിങ്ങളും കഞ്ഞി പിടിച്ചു കുടിച്ചാൽ മതി, ബാക്കിയുള്ള ദിവസമൊന്നും വേണ്ടേ? റമദാൻ അല്ലാത്ത ദിവസങ്ങളിൽ 12 മാസങ്ങളിൽ നീ കാരണം ഒരു കുടുംബം പട്ടിണി മാറിക്കൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, നീ രക്ഷപ്പെട്ടു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.